ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെ എത്തിയത് യാദൃച്ഛികമല്ല. നിങ്ങളുടെ ഹൃദയത്തിന് ഒരു വിശ്രമം വേണമായിരുന്നു. നിങ്ങളുടെ ആത്മാവിന് ഒരു തണൽ വേണമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്കൊരു ഭാരം അനുഭവപ്പെടുന്നുണ്ടാകാം. കാണാൻ കഴിയാത്തൊരു ഭാരം, വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അസ്വസ്ഥത. ആരോടെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ വാക്കുകൾ കിട്ടുന്നില്ല. അത് സാധാരണമാണ്. അതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പ്രാർത്ഥന നിങ്ങളോടൊപ്പം നിൽക്കും. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, കിടക്കുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ ചുറ്റും ഒരു മതിൽ പോലെ നിലകൊള്ളും. നിങ്ങൾ കണ്ണടച്ചോ തുറന്നോ ഇരിക്കൂ. ശ്വാസം പതുക്കെ എടുക്കൂ. ഒന്നും ചെയ്യേണ്ട, ഒന്നും തെളിയിക്കേണ്ട, ഒന്നും മനസ്സിലാക്കേണ്ട. ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ചിലപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചിരിക്കും. ശരീരം മാത്രമല്ല, ഉള്ളിലും. ഒരു യുദ്ധം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ശത്രുവിനെ കാണാൻ കഴിയുന്നില്ല. ആ യുദ്ധഭൂമിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ടാകാം, പക്ഷേ അങ്ങനെയല്ല. ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. നിങ്ങളറിയാതെ തന്നെ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും കാവൽ നിൽക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന ആ കാവൽക്കാരൻ്റെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കനം അനുഭവപ്പെടും. ഉറക്കം കഴിഞ്ഞിട്ടും ക്ഷീണം മാറിയിട്ടില്ല. കണ്ണ് തുറക്കുന്നതിന് മുൻപ് തന്നെ ചിന്തകൾ ഓടിത്തുടങ്ങും. ഇന്നെന്ത് സംഭവിക്കും? ഇന്ന് ഞാൻ എങ്ങനെ നേരിടും? ജോലിസ്ഥലത്ത് ആളുകൾക്കിടയിൽ ചിരിക്കും, സംസാരിക്കും, ഉത്തരങ്ങൾ പറയും. പക്ഷേ ഉള്ളിലൊരു യുദ്ധം നടക്കുന്നുണ്ട്. ആരും കാണാത്തൊരു യുദ്ധം, ആരോടും പറയാൻ കഴിയാത്തൊരു പോരാട്ടം. ചിലപ്പോൾ ഭയമാണ്. എന്തിനെയെന്ന് കൃത്യമായി അറിയില്ല, പക്ഷേ ഭയമുണ്ട്. നെഞ്ചിലൊരു ഇറുക്കം, ശ്വാസം ചെറുതാകുന്നൊരു നിമിഷം. ഒരുപക്ഷെ ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ ഒരു സ്വപ്നം നിങ്ങളെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടാകാം. വീട്ടിൽ വരുമ്പോൾ, കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ ഉള്ളിലൊരു കലഹമുണ്ട്. പുറത്ത് ശാന്തമായിരിക്കുന്നു, ഉള്ളിൽ കൊടുങ്കാറ്റ്. ചിലപ്പോൾ അത് കോപമാണ്, ചിലപ്പോൾ നിരാശയാണ്. ഒന്നും തോന്നാത്തൊരവസ്ഥ. യാത്ര ചെയ്യുമ്പോൾ, വാഹനത്തിലിരിക്കുമ്പോൾ ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കും. എന്തെല്ലാം ചെയ്യാൻ ബാക്കിയുണ്ട്? എത്ര ബാധ്യതകൾ, എത്ര ഉത്തരവാദിത്തങ്ങൾ. ചില നേരം ശരീരം ഒരിടത്താണ്, മനസ്സ് മറ്റൊരിടത്തും. ആരും കാണുന്നില്ല ആ യുദ്ധം, ആരും അറിയുന്നില്ല ആ ഭാരം. പക്ഷെ ഒരാൾ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങൾ വാക്കുകളിൽ പറയാത്ത കാര്യങ്ങൾ പോലും, നിങ്ങൾ ആരോടും പങ്കുവെക്കാത്ത വേദനകൾ പോലും ദൈവം അറിയുന്നുണ്ട്. ആ അറിവ് നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ. ഈ നിമിഷത്തിൽ അത് നിങ്ങളെ താങ്ങട്ടെ. ഒരു പരിഹാരവും ഞാനിപ്പോൾ നിർദ്ദേശിക്കുന്നില്ല, ഒരു ഉപദേശവുമില്ല. പകരം ഒരു സാന്നിധ്യമുണ്ട്. ഒരു കൈ നിങ്ങളുടെ തോളിൽ, ഒരു ശബ്ദം നിങ്ങളുടെ ചെവിയിൽ. ഞാനിവിടെയുണ്ട് എന്ന് മന്ത്രിക്കുന്ന ഒരു ശബ്ദം. ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും കണ്ണിന് കാണാവുന്നതല്ല. ചിലപ്പോൾ അത് നിശബ്ദമാണ്, ചിലപ്പോൾ അത് അദൃശ്യമാണ്. പക്ഷേ അത് യഥാർത്ഥമാണ്, തികച്ചും യഥാർത്ഥമാണ്. നിങ്ങൾ ഇതുവരെ വന്ന വഴിയിൽ എത്ര അപകടങ്ങൾ ഒഴിവായി, എത്ര വീഴ്ചകളിൽ നിന്ന് രക്ഷപ്പെട്ടു, എത്ര കെണികൾ ശ്രദ്ധിക്കാതെ പോയി. കാരണം അവ സംഭവിച്ചില്ല. ഒന്നും സംഭവിക്കാതെ പോകുന്നത് ഭാഗ്യമല്ല, അത് സംരക്ഷണമാണ്. ഒന്നും തകരാതെ നിലനിൽക്കുന്നത് യാദൃച്ഛികമല്ല, അത് കാവലാണ്. ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയാത്ത വഴികളിൽ, നിങ്ങൾ കാണാത്ത ഇടങ്ങളിൽ അവൻ മുൻകൂട്ടി ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ പിന്നിൽ അവൻ കാവൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ പിന്തുടർന്നു വരാതെ അവനൊരു മതിൽ പോലെ നിലകൊള്ളുന്നു. നിങ്ങളുടെ ചുറ്റിലും ദൈവമുണ്ട്. വലതുവശത്ത്, ഇടതുവശത്ത്, മുകളിൽ, കീഴെ. ഒരു കോട്ട പോലെ, ഒരു പരിച പോലെ, ഒരു മതിൽ പോലെ. നിങ്ങൾ ആ സംരക്ഷണം കാണുന്നില്ലെന്ന് വരാം, അനുഭവിക്കുന്നില്ലെന്ന് വരാം, പക്ഷേ അതുണ്ട്, ഇപ്പോഴുമുണ്ട്. അദൃശ്യമായ യുദ്ധഭൂമിയിൽ ദൈവത്തിൻ്റെ കാവൽ ഏറ്റവും ശക്തമാണ്. നിങ്ങൾ കാണാത്ത ശത്രുവിനെതിരെ നിങ്ങൾ കാണാത്ത ഒരു സൈന്യം നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നുണ്ട്. ആ സൈന്യത്തിൻ്റെ നായകൻ സ്നേഹമാണ്. ആ സൈന്യത്തിൻ്റെ ആയുധം കൃപയാണ്. ആ സൈന്യത്തിൻ്റെ വിജയം നിശ്ചയമാണ്. എഫെസ്യർ ലേഖനത്തിൽ പൗലോസ് ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്, ഒരു യോദ്ധാവിൻ്റെ ചിത്രം. പക്ഷേ ഈ യോദ്ധാവ് വാളോ കുന്തമോ എടുക്കുന്നില്ല. ഈ യോദ്ധാവ് ദൈവത്തിൻ്റെ ആയുധം ധരിക്കുന്നു, ദൈവത്തിൻ്റെ സർവ്വ ആയുധവർഗം ധരിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു ദൃശ്യം മനസ്സിൽ കാണും. ഒരു യോദ്ധാവ് ക്ഷീണിതനാണ്, ഭയപ്പെട്ടിരിക്കുന്നു, യുദ്ധഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ചുറ്റും ഇരുട്ടാണ്, ശത്രുവിനെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ശത്രു ഉണ്ടെന്നറിയാം. ആ യോദ്ധാവ് നിങ്ങളാണ്. ചില ദിവസങ്ങളിൽ നിങ്ങൾ ആ യുദ്ധഭൂമിയിലാണ്,
ചുറ്റുമിരുട്ട്, ശത്രു കാണാനില്ല, പക്ഷേ ആക്രമണമുണ്ട്. ചിന്തകളിലൂടെ, ഭയങ്ങളിലൂടെ, സംശയങ്ങളിലൂടെ, നിരാശയിലൂടെ. പക്ഷേ പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ ആയുധം ധരിക്കൂ, സത്യത്തിൻ്റെ അരക്കക്കെട്ട്, നീതിയുടെ കവചം, സമാധാനത്തിൻ്റെ ചെരുപ്പ്, വിശ്വാസത്തിൻ്റെ പരിച, രക്ഷയുടെ ശിരസ്ത്രം, ആത്മാവിൻ്റെ വാൾ. ഈ ആയുധങ്ങൾ ഇരുമ്പ് കൊണ്ടുള്ളതല്ല, ഇവ വിശ്വാസം കൊണ്ടുള്ളതാണ്, പ്രാർത്ഥന കൊണ്ടുള്ളതാണ്, ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടുള്ളതാണ്. ആ യോദ്ധാവ് ഒറ്റയ്ക്ക് പൊരുതുന്നില്ല, ദൈവം അവനോടൊപ്പമുണ്ട്. ദൈവം അവന് വേണ്ടി പൊരുതുന്നുണ്ട്. ഇരുട്ടിൽ പോലും ദൈവത്തിൻ്റെ വെളിച്ചം അണയുന്നില്ല. കൊടുങ്കാറ്റിലും ദൈവത്തിൻ്റെ കൈ പിടിവിടുന്നില്ല. ആ ദൃശ്യം വീണ്ടും കാണും. ഇരുട്ടിൽ നിൽക്കുന്ന യോദ്ധാവ് പക്ഷേ ഇപ്പോൾ ദൈവത്തിൻ്റെ ആയുധം ധരിച്ചിരിക്കുന്നു, വിശ്വാസത്തിൻ്റെ പരിച ഉയർത്തിയിരിക്കുന്നു. ഇരുട്ട് മാറുന്നില്ല, പക്ഷേ ഭയം മാറുന്നു. ശത്രു പോകുന്നില്ല, പക്ഷേ ധൈര്യം വരുന്നു. അതാണ് ദൈവത്തിൻ്റെ ആയുധം. അത് ചുറ്റുപാടുകളെ മാറ്റുന്നില്ല, നിങ്ങളെ മാറ്റുന്നു. ഈ അദൃശ്യയുദ്ധം നിങ്ങൾ മാത്രം അനുഭവിക്കുന്നതല്ല, നിങ്ങളുടെ കുടുംബവും ഈ പോരാട്ടത്തിലാണ്. നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എല്ലാവരും അവരുടേതായ യുദ്ധങ്ങൾ നേരിടുന്നുണ്ട്. ചിലപ്പോൾ അവർ പറയുന്നില്ല, ചിലപ്പോൾ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ ഒരു നിലവിളി ഒളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ഈ ലോകത്തിൽ അവരും അദൃശ്യമായ ശക്തികളോട് പൊരുതുന്നുണ്ട്. സ്കൂളിൽ, കൂട്ടുകാർക്കിടയിൽ, സോഷ്യൽ മീഡിയയിൽ, ഒറ്റപ്പെടൽ. അവരുടെ ചെറിയ ഹൃദയങ്ങളിലും വലിയ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ജോലിസ്ഥലത്ത് ചിലപ്പോൾ ഒരു ഇരുട്ട് അനുഭവപ്പെടും. സഹപ്രവർത്തകരുടെ ഇടയിൽ ഒരു അസ്വസ്ഥത, മേലധികാരികളുടെ സമ്മർദ്ദം, അംഗീകാരം ലഭിക്കാതെ പോകുന്ന നിരാശ. ഇവയെല്ലാം അദൃശ്യമായ ആക്രമണങ്ങളാണ്. നിങ്ങളുടെ സമാധാനം കവരാൻ വരുന്നവ. യാത്രകളിൽ, റോഡിൽ അപകടത്തെക്കുറിച്ചുള്ള ഭയം വരും. വാർത്തകൾ കാണുമ്പോൾ ലോകം ഇരുട്ടിലേക്ക് പോകുകയാണെന്ന് തോന്നും. അക്രമം, അനീതി, രോഗം ഇവയെല്ലാം കേൾക്കുമ്പോൾ ഉള്ളിലൊരു ഭയമുണരും. ഈ ലോകത്തിൽ എൻ്റെ കുടുംബം സുരക്ഷിതമാണോ? എൻ്റെ മക്കൾക്ക് ഭാവിയുണ്ടോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദൗർബല്യമല്ല. ഈ ഭയങ്ങൾ അനുഭവിക്കുന്നത് വിശ്വാസക്കുറവല്ല. ഇത് മനുഷ്യനായിരിക്കുന്നതിൻ്റെ ഭാഗമാണ്. ദൈവം അതറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ ആയുധം തരുന്നത്. അതുകൊണ്ടാണ് അവൻ കാവൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും, നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാം. പതുക്കെ, ശാന്തമായി, ഒരു മക്കൾ അച്ഛനോട് സംസാരിക്കുന്നത് പോലെ. ശ്രോതാവിനായുള്ള പ്രാർത്ഥന. കർത്താവെ, ഈ നിമിഷം ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ ആത്മാവിനെ നീ തൊടയണമേ. അവരുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധം നീ കാണുന്നുണ്ട്. ആരും അറിയാത്ത ആ പോരാട്ടം നീ അറിയുന്നുണ്ട്. കർത്താവെ, ആ യുദ്ധഭൂമിയിൽ നിൻ്റെ വെളിച്ചം പ്രകാശിക്കണമേ. വിശ്വാസത്തിൻ്റെ പരിച അവർക്ക് നൽകണമേ. ശത്രുവിൻ്റെ അഗ്നിയമ്പുകൾ ആ പരിചയിൽ കെട്ടുപോകട്ടെ. സംശയത്തിൻ്റെ അമ്പുകൾ, ഭയത്തിൻ്റെ അമ്പുകൾ, നിരാശയുടെ അമ്പുകൾ ഒന്നും അവരെ തൊടാതിരിക്കട്ടെ. നീതിയുടെ കവചം അവരുടെ ഹൃദയത്തിന് മേൽ ധരിപ്പിക്കണമേ. കുറ്റബോധം, ലജ്ജ, പഴയ മുറിവുകൾ ഇവ ഇനി അവരുടെ ഹൃദയത്തിൽ കുത്തരുതേ. രക്ഷയുടെ ശിരസ്ത്രം അവരുടെ ചിന്തകളെ കാക്കട്ടെ. ഇരുണ്ട ചിന്തകൾ, നിരാശയുടെ ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം ഇവയെല്ലാം ആ ശിരസ്ത്രം തടയട്ടെ. സമാധാനത്തിൻ്റെ ചെരുപ്പ് അവരുടെ കാലുകളിലുണ്ടാകട്ടെ. അവർ നടക്കുന്ന ഓരോ ചുവടിലും സമാധാനം അവരോടൊപ്പം നടക്കട്ടെ. ജോലിയിലേക്ക്, വീട്ടിലേക്ക്, ലോകത്തിലേക്ക്, എവിടെ പോയാലും നിൻ്റെ സമാധാനം അവരുടെ പാദങ്ങളിലുണ്ടാകട്ടെ. കർത്താവെ, ഈ ആത്മാവിന് ശക്തി നൽകണമേ. ക്ഷീണിച്ചാലും പൊരുതാനുള്ള ശക്തി, വീണാലും എഴുന്നേൽക്കാനുള്ള ശക്തി, ഇരുട്ടിലും വിശ്വസിക്കാനുള്ള ശക്തി. കുടുംബത്തിനും അടുത്തവർക്കുമായുള്ള പ്രാർത്ഥന. കർത്താവെ, ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ വീടിന് ചുറ്റും നിൻ്റെ മാലാഖമാർ കാവൽ നിൽക്കട്ടെ. ആ വീടിൻ്റെ വാതിൽക്കൽ, ജനാലകളിൽ, മതിലുകളിൽ നിൻ്റെ സംരക്ഷണമുണ്ടാകട്ടെ. ഒരു തിന്മയും ആ വീട്ടിൽ പ്രവേശിക്കാതിരിക്കട്ടെ. അവരുടെ മക്കളെ നീ കാക്കണമേ. ചെറിയ കുഞ്ഞുങ്ങളെ, വളരുന്ന കൗമാരക്കാരെ, വലിയവരായ മക്കളെ ഓരോരുത്തരെയും നിൻ്റെ കൈ പിടിച്ചു നടത്തണമേ. അവരുടെ വഴികൾ നീ നേരെയാക്കണമേ. അവർ അറിയാതെ പോകുന്ന കെണികളിൽ നിന്ന് നീ അവരെ രക്ഷിക്കണമേ. ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ എല്ലാവരെയും നിൻ്റെ കൃപയിൽ മൂടണമേ. അവരുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. അവരുടെ ഉള്ളിലെ യുദ്ധങ്ങളിലും നീ ജയം നൽകണമേ. സംഭവിക്കാത്ത കാര്യങ്ങൾക്കായുള്ള പ്രാർത്ഥന കർത്താവെ
ഇനിയും സംഭവിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ, ഇനി നടക്കാൻ പോകുന്ന യാത്രകളിൽ, ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളിൽ നിന്റെ വെളിച്ചം ഞങ്ങൾക്ക് മുന്നിലുണ്ടാകട്ടെ. സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ നീ തടയണമേ. കണ്ണിൽപ്പെടാത്ത അപകടങ്ങൾ, കാണാത്ത കെണികൾ, അറിയാത്ത ഭീഷണികൾ, ഇവയെല്ലാം നിന്റെ കൈ തടയട്ടെ. ഞങ്ങൾ അറിയുന്നതിന് മുൻപ് തന്നെ നീ ഞങ്ങളെ സംരക്ഷിക്കട്ടെ. രോഗം വരാതെ കാക്കേണമേ. ദുഃഖം അടുക്കാതെ കാക്കേണമേ. നഷ്ടമുണ്ടാകാതെ കാക്കേണമേ. ഞങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കാതെ കാക്കേണമേ. പേര് പറയാനാകാത്ത ഭയങ്ങൾക്കായുള്ള പ്രാർത്ഥന കർത്താവേ. ഇപ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്, അത് വാക്കുകളിൽ പറയാൻ കഴിയുന്നില്ല. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ ആത്മാവിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. ആ ഭയത്തിന് പേരില്ല, ആ ഭയത്തിന് മുഖമില്ല, പക്ഷേ അതുണ്ട്. രാത്രിയിൽ അത് വരും, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അത് വരും, നിശബ്ദതയിൽ അത് വരും. കർത്താവേ, ആ ഭയം നിനക്കറിയാം. ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ നീ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കരയാത്ത കണ്ണുനീരും നീ കാണുന്നുണ്ട്. ആ പേരില്ലാത്ത ഭയം നീ ഇല്ലാതാക്കണമേ. ആ ഇരുട്ട് നീ മാറ്റണമേ. ആ ഭാരം നീ ഇറക്കി വെക്കണമേ. ആ നിലവിളി നീ കേൾക്കണമേ. ഒരുപക്ഷെ അതൊരു രോഗമാണ്, ഒരുപക്ഷെ ഒരു ബന്ധമാണ്, ഒരുപക്ഷെ ഒരു നഷ്ടമാണ്, ഒരുപക്ഷെ ഒരു രഹസ്യമാണ്, ആരോടും പറയാൻ കഴിയാത്തൊരു രഹസ്യം. എന്തായാലും കർത്താവേ, നീ അതറിയുന്നുണ്ട്. നീ ആ ഭാരം വഹിക്കണമേ. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച ആ യോദ്ധാവ് ഇനി ഭയപ്പെടുന്നില്ല. ഇരുട്ടുണ്ട്, പക്ഷേ ഭയമില്ല. ശത്രുവുണ്ട്, പക്ഷേ പരാജയമില്ല. യുദ്ധമുണ്ട്, പക്ഷേ ജയം ദൈവത്തിൻ്റേതാണ്. ആമേൻ. ഈ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നില്ല. ഈ വാക്കുകൾ നിങ്ങളോടൊപ്പം തുടരും. ഈ പ്രാർത്ഥന വീണ്ടും കേൾക്കും. ഇന്ന് വീണ്ടും, നാളെ വീണ്ടും. ജോലി ചെയ്യുമ്പോൾ ഇത് പശ്ചാത്തലത്തിൽ കേൾക്കും. ഉറങ്ങുന്നതിന് മുൻപ് ഇത് കേൾക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഇവിടെ വന്ന് ഈ വാക്കുകൾ കേൾക്കും. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഒരു ആയുധമാണ്, ഒരു പരിചയമാണ്. ദൈവത്തിൻ്റെ ആയുധവർഗത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ധരിക്കൂ, ഇത് കൊണ്ടു നടക്കൂ. ഈ പ്രാർത്ഥനയോടൊപ്പം നിൽക്കൂ. ഇപ്പോൾ ശ്വാസം പതുക്കെയാക്കൂ. ചിന്തകൾ ശാന്തമാകട്ടെ, ഹൃദയം ശാന്തമാകട്ടെ, ശരീരം ശാന്തമാകട്ടെ. ദൈവത്തിൻ്റെ ആയുധം നിങ്ങൾ ധരിച്ചിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ പരിച നിങ്ങളുടെ കയ്യിലുണ്ട്. സത്യത്തിൻ്റെ വാൾ നിങ്ങളുടെ പക്കലുണ്ട്. ഇനി ഭയപ്പെടേണ്ട. അദൃശ്യമായ യുദ്ധത്തിൻ്റെ ജയം ദൈവത്തിൻ്റേതാണ്. ആ ജയം നിങ്ങളുടേതുമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വീടിനെ, കുടുംബത്തെ, മക്കളെ, ജോലിയെ, യാത്രകളെ എല്ലാം ദൈവം കാക്കട്ടെ. ഈ രാത്രി അല്ലെങ്കിൽ ഈ പകൽ നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ മേലിറങ്ങട്ടെ. ഉറക്കം വരുന്നു നിങ്ങൾക്ക്, ശാന്തമായ ഉറക്കം. ജോലിയിലായിരിക്കുന്നു നിങ്ങൾക്ക് ആന്തരിക സമാധാനം. യാത്രയിലായിരിക്കുന്നു നിങ്ങൾക്ക് സുരക്ഷിതത്വം. അദൃശ്യ യുദ്ധങ്ങളുണ്ട്, പക്ഷേ അദൃശ്യമായൊരു സൈന്യം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ആ സൈന്യത്തിൻ്റെ നായകൻ ദൈവമാണ്. ആ ദൈവം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. സമാധാനത്തിൽ പോകൂ, ശാന്തതയിലിരിക്കൂ. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്, ഇപ്പോഴും, എന്നും, എന്നേക്കും. ആമേൻ.